പാകിസ്ഥാനികൾ ഡ്രോണുകൾ വിട്ടു. ഇന്ത്യ കയ്യും കെട്ടിയിരുന്ന് ഇവിടെ മറ്റേ ഇന്നസെന്റ് നിൽക്കും പോലെ ഇവിടെ വിട് ഇനിയും വിട് വിട്ടോ എന്നുള്ളത്. ഒരു 4-5 ഇവിടെ വീണ് പൊട്ടി. ബാക്കിയെല്ലാം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തു. ഇന്ത്യയുടെ സിവിലിയൻസിന് ഒരു പ്രശ്നം വന്നില്ല, ഇന്ത്യയുടെ സൈനികർക്ക് ഒരു പ്രശ്നം വന്നില്ല, ഇന്ത്യയുടെ ജലവാസ മേഖലയിൽ ഒരു പ്രശ്നം വന്നില്ല. ഇന്ത്യയുടെ സൈനിക താവളങ്ങളും ഇന്ത്യയുടെ വ്യോമ താവളങ്ങളും ഒക്കെയാണ് ഇവന്മാർ ലക്ഷ്യം വെച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഇന്ത്യക്കൊന്നും ഏറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡ്രോണുകൾ വിട്ട് കളിച്ചതിൻ്റെ പിന്നിൽ ഇവർക്ക് ഈ വിമാനം വേണമെങ്കിൽ വിമാനത്തിൽ വന്ന് നമ്മളെ വേണമെങ്കിൽ ബോംബിട്ടോ എന്തെങ്കിലും വെച്ച് തകർക്കാം എന്ന് വിചാരിച്ചോ. ഇവന്മാർ വിമാനവും കൊണ്ടുവരും. നമ്മൾ ഒരു മിസൈൽ അങ്ങോട്ട് വിടും, മൊത്തം ചിന്നി ചിതറി. പിന്നെ അത് അവിടെ, കാരണം നമ്മൾ അതിർത്തി കിടക്കാൻ പോലും നമ്മളെ സേന സമ്മതിക്കില്ല, അവിടെ സേന പൊട്ടിക്കും. അപ്പോൾ ആ പ്രദേശം മുഴുവൻ പോയി. ഇത് പാകിസ്ഥാനികൾക്ക് നന്നായിട്ടറിയാം. കാരണം ഈ മിസൈലുകളുണ്ട്, ഫൈറ്റർ ജെറ്റുകളുണ്ട്, പിന്നെ എന്താ പറയുക, പിന്നെ ഇവരുടെ തന്നെ എന്താ പറയുക, പിന്നെ വലിയ സാങ്കേതിക വിദ്യയുള്ള പിന്നെ ആയുധങ്ങൾ, പിന്നെ മിസൈൽ പോലുള്ള ആയുധങ്ങൾ പിന്നെ ചൈനയും തുർക്കിയും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ ഏറ്റവും അവസാനം വരുന്നതാണ് ഡ്രോണുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ഷെല്ലാക്രമണം നടത്തും. അത് ഈ പാവങ്ങൾ കൃഷി നടത്തി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന പാവങ്ങളുടെ ഈ കന്നുകാലികൾ ചാവാനും പിന്നെ പട്ടിയും പൂച്ചയൊക്കെ ചാവാനുമാണ് യുവമാരല്ലാതെ യുവമാരെ ഷെല്ലാക്രമണം കൊണ്ട് അവിടെ ഒന്നും വന്നില്ല. ഇത്തവണ ഷെല്ലാക്രമണം നടത്തി പിന്നെ അതിർത്തിയിലുള്ള കുറേ ജനങ്ങളെ ഇന്ത്യൻ സൈന്യം സഹായിച്ചു. മരുന്നും ആഹാരം അവരുടെ വീട് നന്നാക്കാനൊക്കെ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ സൈന്യം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ഒരു പിണ്ണാക്കിനും കൊള്ളൂല. ഇവന്മാരെ ഡ്രോണുകൾ ഒരു പിണ്ണാക്കിനും കൊള്ളൂല. ഇനി ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിന്നെ ഈ വിമാന ജെറ്റുകൾ ഉപയോഗിച്ച് വല്ല ആയുധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ തകർക്കാൻ നോക്കി അതിർത്തി കിടക്കും മുമ്പേ ഇന്ത്യ അതിനെ വെടിവെച്ചിടും. ഇന്ത്യൻ മിസൈലുകൾ അതിനെ തകർത്ത് തരിപ്പണമാക്കും. അതുകൊണ്ട് യുവമാർ വിചാരിച്ച് സ്വയരക്ഷയ്ക്ക് നല്ലത് ജീവൻ വേണമെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് ഡ്രോണുകൾ വിടാം, അതാണ് നല്ലത്. അതാവുമ്പോൾ അവിടെ എത്തും മുമ്പേ ഇന്ത്യൻ സൈന്യം അടിച്ചൊതുക്കി തീർത്തു തരും, നമുക്ക് വലിയ ചിലവുമില്ല. അത് പോട്ടെന്നൊക്കെ ചൈനയുടെയും തുർക്കിയുടെയും ഇല്ല, അങ്ങ് പോട്ട് എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഇന്ത്യ 11 വ്യോമ താവളങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തത്. 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു. അപ്പോൾ 600 എണ്ണം വിട്ടതിന് പിന്നിൽ മറ്റൊന്നും വിട്ടാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ 600 എണ്ണം വിട്ട് കളിച്ചത്. അവിടെയും പരാജയം സംഭവിച്ച് എന്താ പറയുക, ഇന്ത്യ അടിച്ചൊതുക്കി കൈ കൊടുത്തു എന്നാണ് പറയേണ്ടി വരുന്നത്.